തുടക്കത്തിൽ തന്നെ പശ്ചിമേഷ്യയിലേക്ക് പോകണം. ലോകമാകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രഖ്യാപനം ഇന്നലെ ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇറാനുമായുള്ള ദീർഘകാല സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാറിൽ ഇന്ന് ഒപ്പിടുമെന്നാണ് US പ്രസിഡന്റ് ട്രംപ് പറയുന്നത്. കരാർ ഒപ്പിട്ടാൽ ഉടൻ മാസങ്ങളായി തടസ്സപ്പെട്ടിരിക്കുന്ന ഹോർമുസ് എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തെ ഏറെ ആശ്വാസത്തോടുകൂടിയാണ് ലോകരാജ്യങ്ങൾ കണ്ടത്. അതിൽ ചില വ്യവസ്ഥകൾ കൂടി ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. അതിലൊന്ന്, ഇറാൻ ഭാവിയിൽ ആണവായുധങ്ങൾ നിർമ്മിക്കുകയോ വികസിപ്പിക്കുകയോ ചെയ്യില്ല. ഇറാനിലെ മലനിരകൾക്കിടയിൽ ഒളിപ്പിച്ചിരിക്കുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം B-2 ബോംബറുകളുടെ സഹായത്തോടെ പുറത്തെടുത്ത് നശിപ്പിക്കും എന്നൊക്കെയാണ്. മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ ആണവ കരാറിനേക്കാൾ ആണവായുധങ്ങളിലേക്ക് ഇറാനെ അതിൽ നിന്ന് മാറ്റാനുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് തൻ്റെ പുതിയ കരാർ എന്നും മറ്റും ട്രംപ് പറഞ്ഞു വെക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. സമാധാന ഉടമ്പടി ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഒപ്പിട്ടേക്കാം, അതിനുള്ള സാധ്യതകൾ അവർ തള്ളുന്നില്ല. പക്ഷേ ഇന്നുണ്ടാകില്ല എന്ന് ഇറാൻ പറയുകയാണ്. നമുക്കറിയാം, പാകിസ്ഥാനാണ് മധ്യസ്ഥ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഇന്ന് കരാർ ഒപ്പിടുമെന്ന് പറയുന്നു. എന്തു സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ഇപ്പോഴും സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇറാന്റെയും ഒപ്പം അമേരിക്കയുടെ പ്രതിനിധികൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഷഹബാസ് ഷരീഫിന്, പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് ആത്മവിശ്വാസമുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് കരാർ ഒപ്പിടുമെന്ന് ട്രംപ് പറയുന്നു, അല്ലാതെ മറ്റെന്തെങ്കിലും സൂചനയുണ്ടോ? രഞ്ജിത്ത്, ഇതുവരെ അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടാകുന്നില്ല. അതിന് കാരണം ഇറാന്റെ നിലപാട് തന്നെയാണ്. അവരുടെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗായിയുടെ ഏറ്റവും ഒടുവിലത്തെ അറിയിപ്പ് വന്നിരിക്കുന്നു. ഈ കരാർ ഒപ്പിടുന്ന കാര്യത്തിൽ ഇറാൻ ഇതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഏത് തരത്തിലാണ് അമേരിക്ക ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് എന്നതിൽ വ്യക്തതയില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ ഒരു പ്രതികരണമാണ് വന്നത്. പക്ഷേ ഇറാന്റെ ഏതെങ്കിലും പരമോന്നത നേതാവ്, അത് ഖമേനി അടക്കമുള്ളവർ ഇനി ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കും, മുസ്തഫ ഖമേനി അടക്കമുള്ളവർ ഈ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിൽ തന്നെയും പാകിസ്ഥാൻ അടക്കമുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ ഇതിലൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഷഹബാസ് ഷരീഫ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നുണ്ട്. പക്ഷേ ഈ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞത് JD വാൻസ് ഇതിൽ ഒപ്പിടും എന്ന കാര്യമാണ് അമേരിക്കയ്ക്ക് വേണ്ടി. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു ഉന്നത തലത്തിലുള്ള ഒരു ചർച്ചയോ ആ തരത്തിൽ നേതാക്കൾ ഒത്തുചേരുന്നൊരു സാഹചര്യമോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കരാർ ഒപ്പിടുമെന്ന് പറയുമ്പോഴും ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ അവശേഷിക്കുന്നത്. ഒരുപക്ഷെ ഡിജിറ്റലായി ഈ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെ കരാർ യാഥാർത്ഥ്യമാക്കാനുള്ള സാധ്യതകൾ മാത്രമല്ല, ഇത് ഒരു ധാരണാപത്രം എന്ന നിലയ്ക്കാണ്. ആത്യന്തികമായ സമാധാനത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ഉണ്ടാകും. ഏതാണ്ട് ഒരു 60 ദിവസത്തെയെങ്കിലും തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കരാർ ഒപ്പിട്ടാൽ തന്നെയും നിലനിൽക്കുന്ന ചില തർക്ക വിഷയങ്ങളുണ്ട്. അതിൽ ചർച്ചയിലൂടെ പരിഹാരം കാണാമെന്ന പ്രത്യാശയാണ് അമേരിക്ക പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു കരാറിലേക്ക് പോകാൻ ഇറാൻ താല്പര്യപ്പെടുന്നില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അവർ ആണവ രാജ്യമായി, ആണവശേഷിയുള്ള അല്ലെങ്കിൽ അങ്ങനെ ആണവശക്തി ഈ മാറുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അവർ പിന്നാക്കം പോകുന്നതായി ഇതുവരെ ഇറാൻ്റെ ഒരു ഔദ്യോഗിക വിശദീകരണം വന്നിട്ടില്ല. മാത്രമല്ല, സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരിച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ കുഴിബോംബുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ നീക്കമുണ്ടായാൽ അങ്ങനെ അപകടകരമായ ഒരു സ്ഥിതി സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇറാനിൽ നീക്കങ്ങൾ നടക്കുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യമൊക്കെ തന്നെയാണ് അമേരിക്കയും വിലയിരുത്തുന്നത്. ഒരുപക്ഷെ നേരത്തെ തന്നെ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അമേരിക്കയുടെ ഒരു നീക്കം തുടക്കത്തിൽ ആരംഭിച്ചിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു അപകട സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അതിൽ നിന്ന് അമേരിക്ക പിന്മാറിയത്. പക്ഷേ ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോഴത്തെ ഈ സമാധാന കരാറിനെയും പിന്തുണയ്ക്കില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടതാണ്. കാരണം നെതന്യാഹുവിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു വിശദീകരണം വന്നത് ഇക്കാര്യത്തിൽ ട്രംപുമായി തനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന നിലയ്ക്കാണ്. അതായത് യുദ്ധം തുടരണം എന്ന നിലയിൽ തന്നെയാണ് ഇസ്രായേൽ നിൽക്കുന്നത്. ഇസ്രായേലിൻ്റെ താല്പര്യം കൂടി അമേരിക്കയ്ക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. പക്ഷേ അമേരിക്കയിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ യുദ്ധത്തിനെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല, അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം അതും വളരെ വലുതാണ്. ഹോർമൂസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തർക്കങ്ങൾ, അവിടെ തങ്ങളുടെ പരമാധികാരം ഉറപ്പിക്കാൻ തന്നെയാണ് ഇറാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കരാറിൽ
ഹോർമൂസ് പൂർണ്ണമായി തുറക്കുമെന്നാണ് അമേരിക്ക ഈ കരാറിൻ്റെ ഭാഗമായി പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു നിലപാടിലേക്ക് ഇറാൻ എത്തുന്നില്ല. ഈ കരാറുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഇരു രാജ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ അത് വിരോധ ഈ രണ്ട് രാജ്യങ്ങളും പുറത്തുവിട്ട ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട കരാറിന്റെ വിവരങ്ങൾ വ്യത്യസ്തമായിരുന്നു. അതിൽ ചില പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഇറാന് വൻതോതിൽ പണം ലഭിക്കുമെന്നുള്ള വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. പക്ഷേ അമേരിക്ക അത് സമ്മതിക്കുന്നില്ല. ആ വിഷയത്തിൽ തന്നെ ട്രംപ് നേരത്തെ ക്രുദ്ധനായാണ് സംസാരിച്ചത്. ഒപ്പം ഈ സമ്പുഷ്ടീകരിച്ച് യുറേനിയം നശിപ്പിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഇറാൻ്റെ ഒരു ഭരണതലത്തിലായാലും സൈനിക തലത്തിലായാലും ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല, സംശയമില്ലല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു ധാരണയിലെത്തേണ്ടതുണ്ട്. അതിനുള്ള വലിയ ശ്രമത്തിലാണ് പാകിസ്ഥാൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും രഞ്ജിത്ത്, അവിടെ വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടി ഇറാൻ നേരിടുന്നുണ്ട്. കാരണം ഈ സമാധാന കരാറിലേക്ക് പോകുന്നതിനെ ഒരു വിഭാഗം ജനങ്ങൾ എതിർക്കുന്നുണ്ട്. അവർ ഇപ്പോൾ തന്നെ തെരുവിലിറങ്ങിയിട്ടുണ്ട്. ഈ അരഗാച്ചി ഉൾപ്പെടെയുള്ള നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കളാണ്, അവരുടെ വിദേശകാര്യ മന്ത്രിയാണ്. അങ്ങനെ ഉള്ളവരെ കൊലപ്പെടുത്തണം എന്ന തരത്തിൽ പോലും ജനങ്ങൾ ആക്രോശിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരു പക്ഷേ ആയത്തുള്ള ഖമേനി കൊല്ലപ്പെടുമ്പോൾ അമേരിക്കയും ഇസ്രായേലും ഒക്കെ പ്രതീക്ഷിച്ചത് അവിടെ ഒരു ആഭ്യന്തര കലാപം സൃഷ്ടിക്കുക, അങ്ങനെ മറ്റൊരു സർക്കാരിനെ അവിടെ കൊണ്ടുവരിക എന്ന തരത്തിലായിരുന്നു. പക്ഷേ അത് അവിടെ സംഭവിച്ചില്ല എന്നതായിരുന്നു. ഇറാൻ ഒറ്റക്കെട്ടായി അമേരിക്കയെ ചെറുക്കുന്ന നിലയിലേക്കാണ് അവിടുത്തെ ജനത വന്നത്. പക്ഷേ ഇപ്പോഴൊരു സ്പ്ലിറ്റ് ഉണ്ടാകുന്നു എന്നതുകൂടി നമ്മൾ ശ്രദ്ധേയമായി കാണേണ്ട ഒരു കാര്യമാണ്. സമാധാന കരാറിലേക്ക് ഇറാൻ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇറാനിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ തന്നെ ഒരു വിഭാഗം ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്. നേതാക്കൾക്കെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെയെങ്കിൽ അവിടെ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്നതും അങ്ങനെ ഒരു സാഹചര്യമാണ്. ഇറാനിൽ ആഭ്യന്തര കലഹം ഉണ്ടാക്കുക, അവിടെ സർക്കാരിനെ അട്ടിമറിക്കുക, ഒരു പാവ സർക്കാരിനെ നിയമിക്കുക, തുടർന്ന് അമേരിക്കയുടെ നിയന്ത്രണത്തിൽ ഇറാനെ കൊണ്ടുവരിക. ഇതെല്ലാ കാലത്തും മഡറോയെ പിടികൂടുമ്പോഴൊക്കെ വെനസ്വേലയിലൊക്കെ നമ്മൾ കണ്ടതാണ്. അമേരിക്കയുടെ ഒരു രീതി അങ്ങനെയാണ്. പാവ സർക്കാരെ പല സ്ഥലങ്ങളിലായി കൊണ്ടുവരികയും അവരുടെ അധീശത്വം സ്ഥാപിക്കുകയും ചെയ്യുന്ന രീതി. ആ ഒരു രീതിയിൽ ആദ്യത്തെ പ്ലാനിങ് തെറ്റി. പക്ഷേ ഇപ്പോൾ ഈ കരാറുമായി ബന്ധപ്പെട്ട് സമാധാനം വേണമെന്ന ഒരു നിലപാടിലേക്ക് ഇറാനും വന്നിട്ടുണ്ട്. പക്ഷേ അത് എപ്പോൾ ഒപ്പിടുമെന്ന കാര്യത്തിൽ മാത്രമാണ് തർക്കം. മറ്റ് ചില വ്യവസ്ഥകൾ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് ഈ കരാറിലേക്ക് പോയാൽ ജനങ്ങൾ മുഴുവൻ ഈ കരാറിനെ അംഗീകരിക്കുമോ എന്ന ഒരു ആഭ്യന്തര പ്രശ്നം കൂടി ഇറാൻ നേരിടുന്നുണ്ട്. തീർച്ചയായും അതാണ് ഇറാന്റെ പരിമിതികൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അമേരിക്കയ്ക്കും ഈ കരാറുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധികളുണ്ട്. ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ്. എന്താണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്? അത് ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം പൂർണ്ണമായി നശിപ്പിക്കുക അല്ലെങ്കിൽ കൈക്കലാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ആഗ്രഹം അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് സമാധാന ചർച്ചകൾ നിർണായക ഘട്ടത്തിൽ എത്തിയതിനിടെ ഇറാനിൽ നിന്ന് വരുന്ന പുതിയ വാർത്ത ആണവ പദ്ധതിയുടെ ഭാഗമായി അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന യുറേനിയം ശേഖരം US സൈന്യം പിടിച്ചെടുക്കുമെന്ന വാർത്തകൾക്കിടെ സുരക്ഷ, ഇറാൻ അതിൻ്റെ ആണവ ശേഖരത്തിൻ്റെ സുരക്ഷ അപകടകരമായ വിധം കൂട്ടിയെന്നാണ്. യുറേനിയം ഒളിപ്പിച്ച ഭൂഗർഭ അറകൾ ഇറാൻ അടച്ചുപൂട്ടി അവിടെ കുഴിബോംബുകളും സ്ഫോടക വസ്തുക്കളും സ്ഥാപിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഇവിടെയുള്ള തുരങ്കങ്ങൾ തകർത്തു, പ്രവേശന കവാടങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചു. അത്തരത്തിൽ വലിയ കെണിയൊരുക്കിയാണ് അമേരിക്കയെ പൂട്ടാൻ ഇപ്പോൾ ഇറാൻ തയ്യാറാകുന്നത് എന്ന് US ഇൻ്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് US ചാനലായ CNN റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇറാനും അമേരിക്കയും പക്ഷേ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. അപ്പോഴും നമുക്കറിയാം, കഴിഞ്ഞ മെയ് മാസത്തിലൊക്കെ അമേരിക്ക ഇതുമായി ബന്ധപ്പെട്ട ഒരു സൈനിക നടപടി സ്വീകരിക്കാനും യുറേനിയം ശേഖരം കടത്തിക്കൊണ്ടുവരാനുമൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി ചില വ്യോമമാർഗമുള്ള ശ്രമങ്ങൾ നടത്തി. അങ്ങനെയാണ് അമേരിക്കയുടെ 2 പ്രധാനപ്പെട്ട വിമാനങ്ങൾ തകർന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ അത് വിജയിച്ചില്ല. ഇപ്പോൾ ഇത്തരത്തിൽ കെണിയൊരുക്കുന്നതിലൂടെ യുറേനിയം പിടിച്ചെടുക്കുക എന്നുള്ള US സൈന്യത്തിൻ്റെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അപകട സാധ്യത പ്രധാനമായും അമേരിക്ക മനസ്സിലാക്കുന്നു എന്നുള്ളത് നിർണായകമായ ഒന്നാണ്. ഉയർന്ന തോതിലുള്ള സമ്പുഷ്ടീകരിച്ച ഏതാണ്ട് 1/2 ടണ്ണോളം യുറേനിയം അവിടെ ഇറാൻ്റെ പക്കലുണ്ട് എന്നാണ് ലോകരാജ്യങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കണക്ക്. ഈ യുറേനിയം ശേഖരത്തിൻ്റെ ഭൂരിഭാഗവും മധ്യ ഇറാനിലെ ഇസ്ഹാൻ ആണവ സമുച്ചയത്തിലെ തുരങ്കങ്ങളിലാണെന്നാണ് കരുതപ്പെടുന്നത്. ഇതിൻ്റെ ചില ഭാഗങ്ങൾ മറ്റു കേന്ദ്രങ്ങളിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നും അമേരിക്കൻ ഇൻ്റലിജൻസ് പറയുന്നുണ്ട്. ഏതായാലും നേരത്തെ ഉള്ളതിനേക്കാളും അമേരിക്ക ബുദ്ധിമുട്ടാണ് തങ്ങളുടെ ആഗ്രഹം നടപ്പിലാക്കാൻ എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത്രത്തോളം സുരക്ഷിതമായി ഇറാൻ യുറേനിയം ഇതിനകം മാറ്റിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ അമേരിക്കയെ ഞെട്ടിപ്പിക്കുന്നതാണ്.